അപ്പോൾ ഇന്ന് നമ്മളാണ് എരുമേലിയിൽ നിന്ന് നടന്ന് ശബരിമലയ്ക്ക് പോകാനായിട്ട് നിൽക്കുക. നമ്മൾ കാനനപ്പ വഴി നടന്നാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങളായിട്ട് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കാട് വഴി നടന്നുകൊണ്ട് നല്ല അടിപൊളി നല്ല മലകളും നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ. നമ്മൾ ഉച്ചയ്ക്ക് അപ്പോൾ നമ്മൾ ചോറ് കൊണ്ടുവന്നു. അപ്പോൾ ചോറ് കഴിക്കാമെന്ന് വെച്ചാൽ നമ്മളൊരു നല്ലൊരു അരുവി കണ്ടപ്പോൾ അവിടെ നിന്ന് ചോറ് കഴിക്കാനായിട്ട് നിൽക്കുവാണ്. നമ്മളതേ കാളകെട്ടിയിൽ നിന്ന് വന്ന് നേരെ ഇറങ്ങുന്ന അഴുതയിലോട്ട്. അപ്പോൾ അഴുതേ വന്ന് നമ്മൾ 2 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 2:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഴുതയിൽ നിന്ന് കയറ്റി കൊടുത്തില്ല. അപ്പോൾ നമ്മളെന്തായാലും 2:15 വന്ന് അഴുതയിലൊക്കെ കുളിച്ച് അവിടെ നിന്നൊരു കല്ലും എടുത്ത് നമ്മളെന്തായാലും അവിടെ നിന്ന് കയറിയിട്ടുണ്ട് 2:30 മുന്നായിട്ട്. പിന്നെ കഴിഞ്ഞാൽ ഗേറ്റ് അടയ്ക്കും, പിന്നെ കയറ്റി കൊടുത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു കയറ്റമാണ്. നല്ല അഴുതയിൽ നിന്ന് കയറുന്ന കയറ്റം എന്ന് പറഞ്ഞാൽ നല്ലൊരു അന്യായ കയറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇടയ്ക്ക് എന്തായാലും നല്ലപോലെ ഇതാകുമ്പോഴത്തേനും നമ്മൾ ഇടയ്ക്ക് ഇരുന്ന് വിശ്രമിച്ചൊക്കെയാണ് കയറുന്നത്. ഒറ്റയടിക്ക് കയറാൻ പറ്റത്തില്ല. നല്ല കയറ്റമാണ് അഴുതയിൽ നിന്ന് കയറുന്ന ഒരു കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു 2:30 മുന്നായിട്ട് തന്നെ ആ ഒരു നമ്മൾ അഴുത കടന്നിരിക്കണം, അല്ലെ അവിടെ നിന്ന് കയറ്റി എടുത്തില്ല. പിന്നെ പിറ്റേ ദിവസം 7 മണിയാകുമ്പോഴേ ഗേറ്റ് തുറക്കത്തുള്ളൂ. അതുവരെ നമ്മൾ അഴുതയിൽ തന്നെ നിൽക്കേണ്ടത്. അതിന് മുന്നേ നമ്മൾ എങ്ങനെയായാലും കയറിക്കുവാണ്. ഇവിടെ കാട്ടുപോത്താട്ടോ. പിന്നെ കാലിലടക്കൊക്കെ ഇതുപോലെ നല്ല വെള്ളമൊക്കെ ഇടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല കുറച്ച് റേറ്റ് ആയിരിക്കും, എന്നാലും നമ്മൾ ദാഹിച്ചതിനും പെട്ടെന്ന് കുടിക്കും. അത് കഴിഞ്ഞ് നമ്മളെ കൊണ്ട് കല്ലിടാൻ കൊണ്ട് നിന്നിട്ടുണ്ട്. ഇനി അഴുതാനെടുത്ത കല്ല് നമ്മൾ കൊണ്ട് ഇവിടെ കല്ലിടാൻ കൊണ്ട് ഇട്ടിട്ടാണ് നമ്മൾ ഇനി നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിവിടെ കയറി കഴിഞ്ഞാണ് കുറച്ച് വെള്ളം കുടിക്കാന്ന് വെച്ച് കടയിൽ കയറി. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളീ കടന്നു വന്ന വഴി കാണുന്ന ഏറ്റവും പ്രായം ചെന്നൊരു മരമാകട്ടെ ഇത്. ഈ കാട്ടിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയൊരു മരമാണെന്നാണ് തോന്നിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നടന്ന് ചെല്ലുന്നതാണെങ്കിൽ മുക്കുഴിയിലോട്ടാണ്. അപ്പോൾ നമ്മൾ കണ്ട് ഈ മുക്കുഴി ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കയറ്റി വിടത്തില്ല. അപ്പോൾ ഇവിടെ നമ്മളെന്തായാലും ഇവിടെ കിടന്നേ പറ്റത്തുള്ളൂ. പിന്നെ നാളെ രാവിലെ ഒരു 8 മണി 7 മണിയാകുമ്പോൾ തുറക്കും. നമ്മൾ പിന്നെ അവിടെ കിടന്ന് ഒരു 8 മണിയൊക്കെയാണ് നമ്മൾ രാവിലെ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. രാവിലെ നമ്മളുടെ ഈ കാണുന്ന വഴിയൊക്കെ ഉണ്ട്, ആന കയറി പോയിട്ടുള്ള വഴികളൊക്കെ. പിന്നെ ഇവിടെയൊക്കെ ആനത്താര ഉള്ളതാ കണ്ടോ. ആനയെ ക്രോസ് ചെയ്യുന്ന വഴി അതുവഴിയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് രാത്രി അതുവഴി കയറ്റി വിടാത്തത്. പിന്നെ എന്തായാലും നമ്മൾ രാവിലെ ആയപ്പോഴത്തേക്കും നടന്നു തുടങ്ങിയിട്ടുണ്ട്. വേറെ സ്വാമിമാരൊക്കെ പുറകെയുണ്ട്. പിന്നെ തന്നെ ഈ കാണുന്നൊരു മരം കണ്ടോ, നമ്മുടെ ഈ ഒരു നടപ്പാതയ്ക്ക് ക്രോസായിട്ട് പിന്നെ കിടക്കുന്നത്. അവർ പിന്നെ കട്ട് ചെയ്ത് അവർ വഴി മാത്രം കട്ട് ചെയ്താക്കിയിട്ട് ഇട്ടേക്കുന്ന കേട്ടോ. വലിയൊരു മരമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നടന്ന് പോകുമ്പോഴത്തേന് വീണ്ടും അതുപോലെ തന്നെ ഒരു വലിയൊരു മരം റോഡിന് കുറുകെ വീണ് കിടപ്പുണ്ട്. അത് ഇതുപോലെ അവർ കട്ട് ചെയ്ത് നടപ്പാതയായിട്ട് മാത്രം കുറച്ച് മാറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളായിട്ട് മാറ്റി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ഇടത്താവളം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, പുതുശ്ശേരി. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ്, രാവിലത്തെ ഫുഡൊക്കെ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നേരം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കഴിച്ചിട്ട് ഇനി അടുത്ത നടപ്പ് തുടങ്ങുന്നു. അവിടെ കഴിച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ താഴെ ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്. ഇവിടെ കുളിക്കണമെങ്കിൽ ഇവിടെ കുളിക്കാം. അയ്യോ, നമ്മളീ നടന്നു വന്ന വഴിയൊന്നും വലുതായിട്ട് സ്വാമിമാരൊന്നും വരുന്നില്ല കേട്ടോ. ചില സമയത്ത് നമ്മളെവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് കുറച്ച് പേരെങ്കിലും കാണുന്നത്. അല്ലാതെ ഈ വഴിയൊന്നും വലിയതായിട്ട് ആൾക്കാരൊന്നുമില്ല. ചില സമയത്ത് മാത്രം സ്വാമിമാർ കൂട്ടത്തോട് വരുന്നതാണ്. ആൾ പൊതുവെ കുറവാണെന്നാണ് തോന്നുന്നത് ഈ സമയത്ത്. ചിത്രശലഭം
അത് കഴിഞ്ഞ് നമ്മൾ കണ്ട് ഈ കയറുന്നതാണ് കരിമല കേട്ടോ. കരിമല നല്ലൊരു കയറ്റമാണ്, പക്ഷെ കരിമല കയറുന്നതിനേക്കാളും കൂടുതൽ പ്രയാസം കരിമല ഇറങ്ങാനാണ്. ഇപ്പോൾ വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ മഴയും കൂടെ പെയ്ത് കിടക്കുവാണെങ്കിൽ ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമ്മൾ കയറി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. പുതിയ വഴി വെട്ടു. കരിമ്പരങ്ങ് പമ്പ നദിയുണ്ട്. പമ്പ എത്തി നല്ലപോലെ. അപ്പേ നമ്മൾ നടന്ന് അവസാനം പമ്പയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പമ്പയിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്കൊരു പമ്പയിൽ ഇറങ്ങി ഒന്ന് കുളിച്ചിട്ട് വേണം, ഫ്രഷായിട്ട് വേണം ഒന്ന് കയറാൻ. വെള്ളമൊക്കെ കണ്ടോ. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് പാസ്സൊക്കെ എടുക്കണം. നമ്മൾ പാസ് എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു കൗണ്ടർ ഉണ്ട്, അവിടെ പോയി നമുക്ക് പാസ് എടുക്കാം. ആധാർ മാത്രം മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മല കയറുവാണേ. ഇതുവരെ വന്നിട്ടില്ല എൻ്റെ പൊന്നെ. വ്യൂ ആണേ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്താൽ മതി, നമുക്ക് ഫുൾ ചാർജ് ആകും. എൻ്റെ ഫുള്ളല്ല, ഒരു 50 ആകും പറഞ്ഞത്. ഫോണ് അയക്കൂ.